ഒരു സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് സ്വർണ്ണത്തോട് ഇഷ്ടം കൂടുതലായും ചോദിക്കില്ല കേട്ടോ. എന്നാലും സാധാരണ ആൾക്കാർക്ക് ഒരു അങ്ങനെ അമ്മ പറഞ്ഞു എന്നോട് മാലയാണ് കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ളത്. അല്ല, ഞാൻ കമ്മലുണ്ടാക്കിയുള്ളൂ. അപ്പോൾ ആ സമയത്തും ഈ വായനയൊക്കെ കൊണ്ട് തീർച്ചയായിട്ടും ഉണ്ട്. അതിന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും ആദ്യം ചിലപ്പോൾ എൻ്റെ വായന പലപ്പോഴും നടന്നുകൊണ്ടൊക്കെ ആയിരിക്കും. പുസ്തകത്തിൽ കൂടെയുള്ള യാത്ര തന്നെയാണല്ലോ. അപ്പോൾ അടുത്ത പ്രോജക്ട്സ് KP രാമനുണ്ണിയുടെ സൂഫി പറഞ്ഞ കഥ സിനിമയാക്കാനാണ് എൻ്റെ തീരുമാനം. അത് ഒരുപാട് ഇതിലൂടെയല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് ചിലത് എങ്ങനെയാണ് നമുക്ക് ചിലപ്പോൾ മേലേക്ക് ഉയർത്തി കാണിക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ ഒരു ഇന്ത്യ എന്ന് പറയുന്നത് വിവിധ ഭാഷകളും വിവിധ സംസ്കാരങ്ങളും പിന്നെ നമ്മളെല്ലാവരും സ്വീകരിച്ചിട്ടുള്ളൂ. നമ്മളുടെ ഇന്ത്യയിലേക്ക് വരുന്ന ഓരോ മതത്തെയും നമ്മൾ സ്വീകരിച്ചിട്ടുള്ളൂ. എന്നിട്ട് വ്യത്യസ്ത മതത്തിൽപ്പെട്ട ആളുകളെ നമുക്ക് നിലനിൽക്കുമ്പോൾ തന്നെ നമുക്ക് അവരെ എങ്ങനെ ബഹുമാനിക്കാനും ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും ഒക്കെ കഴിഞ്ഞിരുന്നു. എന്താണ്, ആരാണ് പിറകിൽ നിന്ന് നമ്മളെ ഭിന്നിപ്പിക്കുന്നത്, ഈ വൈവിധ്യത്തെ ആരാണ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് സൂഫിയിലൂടെ ചെയ്യാൻ പോകുന്നത്. ഈ സാധാരണ സിനിമകൾ വരുന്നുണ്ടല്ലോ, മലയാള സിനിമകളുടെ കമേഴ്ഷ്യൽ സിനിമകൾ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം സിനിമകൾ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കാണാനും അതിനൊക്കെ വിലയിരുത്താനൊക്കെ സമയം കിട്ടാറുണ്ടോ? ഞാൻ പോകാറുണ്ട്. എനിക്കങ്ങനെ ഒന്നുമില്ല. ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, അത്രേ ഉള്ളൂ. നമ്മൾ എന്തിനേയും നമ്മൾ കാണാം. നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ യാത്രക്കായിട്ട് നമ്മൾ പലരെയും കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്നവർ ആരായിരിക്കും? നമ്മൾ ശേഖരിച്ച് വെക്കുന്നതും സൂക്ഷിച്ച് വെക്കുന്നതും എന്തായിരിക്കും? മനസ്സിൽ തട്ടിയത്. ഇപ്പോൾ എനിക്കൊരു നായകൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളെയും അയാൾ മാത്രം തീർത്തുകൊണ്ട്, അയാൾ മാത്രം എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് തീർക്കുന്ന സിനിമകളോട് ഒരു യോജിപ്പില്ല. കാരണം ഒരാൾക്ക് മാത്രം ഒന്നിനും സാധ്യമല്ല. ഒരുപാട് പേരുടെ കൂട്ടായ്മയാണ് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയുള്ള എന്തും. അതിനെ നമ്മൾ വെറുതെ അംഗീകരിക്കരുത്. അപ്പോൾ ഈ ആൾക്കാർ ഇപ്പോൾ ഇങ്ങനെ അവാർഡ് ഡയറക്ടർ അങ്ങനെ മാറ്റി നിന്ന് പറയുമ്പോൾ ഇത് എങ്ങനെ എന്താ തോന്നാറ്? എനിക്ക് വളരെ സങ്കടം തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ജോലി ഇല്ലാണ്ട് ആയിട്ടുണ്ട്. നമ്മളെ അവാർഡ് കിട്ടിയതിന് മാത്രം ഒരു ജോലി ഇല്ലാതായിപ്പോയി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്വർണ്ണപ്പണിക്ക് പോയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് ജോലി അന്വേഷിച്ച് വരുമ്പോൾ നീയൊക്കെ പ്രശസ്തനാണ്, നീ കളിയാക്കാന്ന് പറയും. അത് വലിയ ഇതായി പോയി. ഇത് അവാർഡ് കിട്ടിയത് വലിയ അത് വലിയ പ്രശ്നമായി പോയി. അപ്പോൾ പല ആൾക്കാരും എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് അവാർഡ് സിനിമ പിടിക്കാൻ പറഞ്ഞിട്ട് വരും ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അവാർഡ് സിനിമ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം നമ്മൾക്ക് ഇത്രേ ഉള്ളൂ. നമ്മൾ ബാഹ്യമായ ഒരർത്ഥത്തിൽ നമ്മുടെ തൊലിപ്പുറത്ത് ഉള്ള സ്പർശനങ്ങളെയും അതല്ലാതെ ഒരു സ്പർശനത്തെ ഏതർത്ഥത്തിലാണ് അല്ലെങ്കിൽ ഒരു നോട്ടം ഏതർത്ഥത്തിലാണ് നമ്മളെ കീഴടക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ അറിയലാണ്. അപ്പം നല്ല സിനിമയെ ഒറ്റ വായനയിലൂടെ മനസ്സിലാക്കുക എളുപ്പമല്ല. അതൊരു കാലത്തെയും ചരിത്രത്തെയും ഓർമ്മപ്പെടുത്തുന്നതും അതിന് എടുത്തു മാറ്റിയത് ഒന്നാണ്. അത് ഇന്നല്ലെങ്കിലും നാളെയും ജീവിക്കുന്നതാണ്. മറ്റത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ തൊലിപ്പുറത്ത് മാത്രമാണ്. ടെലിവിഷൻ പ്രോജക്ട്സ് മിനി സ്ക്രീൻ കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ടെലിവിഷനിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ അമൃതയ്ക്ക് വേണ്ടി MT സാറിൻ്റെ 4 കഥകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ രണ്ട് മാധ്യമങ്ങളാണ്. അപ്പോൾ നാടകം വേറെ, മിനി സ്ക്രീൻ വേറെ, സിനിമ വേറെ. നാടകം, ടെലിവിഷൻ, സിനിമ മൂന്നാണ്. അപ്പോൾ 3 ഏങ്കിളാണ്. അപ്പോൾ നമുക്ക് വലിയ ഏങ്കിളുകളെ ഒരു പക്ഷേ ടെലിവിഷൻ്റെ ഭാഷയും സിനിമയുടെ ഭാഷയും വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തതയെ എനിക്കറിയാം. അപ്പോൾ ഞാൻ ഇതാണ് ക്ലാസിക് സീരിയലിൽ അമൃതയ്ക്ക് വേണ്ടിയിട്ട് ഭുജംഗയ്യൻ്റെ ദശാവതാരങ്ങൾ, അലഹനഹള്ളി, ശ്രീകൃഷ്ണ അലഹനഹള്ളി, ജീവിതത്തിൻ്റെ വിശാലമായ അർത്ഥതലങ്ങളുള്ള ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് അതിന് തോന്നിയിട്ടുള്ളത്. അതൊരു ഒരിക്കലും ഒരു കന്നഡ നോവലാണെന്നൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. സിനിമ റിലീസ് ചെയ്ത ശേഷം, അവാർഡ് ലഭിച്ച ശേഷമാണ് ആൾക്കാർ കൂടുതൽ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ കൂടുതൽ എഴുതി തുടങ്ങിയത്, അങ്ങനെയൊരു തോന്നിയിട്ടുണ്ടോ? ഇല്ല, എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് മാധ്യമങ്ങളാണെന്ന് ഞാൻ പറയാം. പക്ഷെ എന്നാലും കൂടുതൽ ആൾക്കാരെ താങ്കളുടെ കഷ്ടപ്പാടുകൾ, താങ്കൾ ഒരുപാട് ക്ലേശം നിറഞ്ഞ ജീവിതത്തിൽ പോയിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ കൂടുതൽ എഴുതി ഒരു സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിപ്പോൾ ലോകത്തെ നമ്മൾ നോക്കി അറിയാം, കണ്ണീരിനാണല്ലോ വിൽപ്പന സാധ്യത.
ഒരുപാട് തിരക്കുകൾ വന്നു തുടങ്ങിയെന്നറിയാം, ഒരുപാട് പ്രൊജക്ട്സ് മനസ്സിൽ ഓടിക്കളിച്ച് തുടങ്ങിയെന്നറിയാം. അങ്ങനെ ആ തിരക്കുകൾ വരുന്നതിനിടയിൽ കുറച്ച് സമയം ഞങ്ങൾക്ക് തന്നതിന് വളരെ സന്തോഷമുണ്ട്. നല്ല നല്ല സിനിമകൾ ഇനി ഉണ്ടാവട്ടെ, എനിക്കും എൻ്റെ അടുത്ത ജനറേഷനും കൂടി പ്രിയനുണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് എന്താ പറയുക ആശംസിച്ചുകൊണ്ട് ഞാൻ പോവാണ്. ഇനി വീണ്ടും കാണാം.